ഹായ് എവ്രിവൺ. ഇന്ന് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് പരിചയപ്പെടാം. നമ്മൾ ആരും നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒത്തിരി കോമൺ മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്ന കുറച്ച് വേർഡ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതായത് ഇൻ, ഓൺ, അറ്റ് എല്ലാവരും കേട്ടിട്ടുള്ള വേർഡ്സ് ആണല്ലോ. ഇത് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇന്ന് എവിടെ യൂസ് ചെയ്യണം, അവിടെ ഓൺ ആണോ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടെ അറ്റാണോ യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മേജർ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനാണ് ഇന്ന് നമ്മൾ മാറ്റാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും യൂസേജ് ഓരോന്നായി പഠിക്കാം. ഈ വേർഡ്സിനെ ഇംഗ്ലീഷിൽ പറയുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. നിങ്ങളിൽ പലരെങ്കിലും പ്രിപ്പോസിഷൻ എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടാവും, ചിലർക്കെങ്കിലും അതിൻ്റെ മീനിങ്ങും അറിയായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഇതൊന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ആകെ പറയുന്ന 2 കാര്യങ്ങളാണ്. പ്രിപ്പോസിഷൻസിനെ ഇൻ, ഓൺ, അറ്റ് യൂസേജ് വരുമ്പോൾ 2ആയി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് ടൈം പ്രിപ്പോസിഷനും ഒന്ന് പ്രിപ്പോസിഷൻ ഓഫ് പൊസിഷനുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം പ്രിപ്പോസിഷൻ എന്താണെന്ന് നോക്കാം. അവിടെ എങ്ങനെയാണ് ഇന്നും ഓണും അറ്റും വരുന്നത്. ആദ്യം നമുക്ക് ഓൺ എങ്ങനെ വരും നോക്കാം. ഒരു സ്പെസിഫിക് ആയ ഡേയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കേഷൻ, സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡേ ആണ് പറയുന്നതെങ്കിൽ വി ആർ പ്ലാനിങ് ദ പിക്നിക് ഓൺ സൺഡേ. ദിസ് മൂവി ഈസ് റിലീസിങ് ഓൺ ഫ്രൈഡേ. നമ്മൾ പിക്നിക്ക് പ്ലാൻ ചെയ്യുന്നത് ഒരു സൺഡേ ആണ്, ആ മൂവി റിലീസ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. നമ്മളൊരു ഡേയെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, I was born on April 20th, 1996. ഞാൻ ജനിച്ചത് April 20th-നാണ്. പിന്നെ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഒക്കേഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, he gifted her a guitar on their anniversary. അവരുടെ ആനിവേഴ്സറിക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. I'll see you on your birthday. ഞാൻ നിന്റെ ബർത്ത്ഡേയുടെ അന്ന് കാണാം. ഈ ഒരു കേസിൽ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഡിനോട്ട് ചെയ്യാനായിട്ടും ഓൺ യൂസ് ചെയ്യും. അപ്പോൾ ഓൺ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേ പറയുമ്പോൾ ഓൺ സൺഡേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ് പറയുമ്പോൾ ഓൺ 30th of March, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഓൺ യുവർ ബർത്ത്ഡേ. ഇത്തരം കേസസിലാണ് ഓൺ നമ്മൾ ടൈം ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൺ യൂസ് ചെയ്തത് ഒരു സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ ഡേ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ പറയാനാണെങ്കിൽ ഇൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതും നമുക്ക് നോക്കാം. ഇൻ യൂസ് ചെയ്യുന്നത് ഒരു മന്ത്, ഇയർ, സീസൺ, പാർട്ട് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഡെക്കേഡ് ഓർ സെഞ്ചുറി ഇതെല്ലാം പറയുമ്പോഴാണ്. എക്സാമ്പിൾസ് നോക്കാം. ഐ വാസ് ബോൺ ഇൻ ഏപ്രിൽ. ഞാൻ ഏപ്രിൽ മാസത്തിലാണ് ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ 1996. ഞാൻ ജനിച്ച വർഷം 1996 ആണ്. ഇൻ ദ സമ്മർ ഇറ്റ് ഇസ് ടു ഹോട്ട്. സമ്മറിൽ വളരെയധികം ചൂടാണ്. സിമിലർലി ഒരു ദിവസത്തിന്റെ പല സമയങ്ങൾ ഡിനോട്ട് ചെയ്യാനും നമുക്ക് ഇൻ യൂസ് ചെയ്യാം. ഇൻ ദ മോർണിംഗ്, ഷീ ഗോസ് ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെയാണ് നടക്കാൻ പോകുന്നത്. ഇനി വരുന്നത് അറ്റാണ്. അറ്റ് വളരെ സിമ്പിൾ ആണ്. ഒരു സ്പെസിഫിക് ടൈം ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഐ വാസ് ബോൺ അറ്റ് 3 AM ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ 3 മണിക്കാണ് ജനിച്ചത്. ഐ വിൽ സ്റ്റാർട്ട് അറ്റ് 8 o'clock. ഞാൻ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഐ വിൽ മീറ്റ് യു അറ്റ് 3 PM. ഞാൻ നിന്നെ വൈകിട്ട് 3 മണിക്ക് കാണും. അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള 3 AM, 3 PM, 7 AM അങ്ങനെ നമ്മൾ പറയുന്ന ഓരോ സ്പെസിഫിക് ടൈമില്ലേ, അതിനു വേണ്ടിയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഓണും അറ്റും ടൈം ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇൻ യൂസ് ചെയ്യുന്നത് മന്ത് അല്ലെങ്കിൽ ഇയർ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീസൺ അല്ലെങ്കിൽ ഒരു പാർട്സ് ഓഫ് ദ ഡേ, സെഞ്ചുറി അല്ലെങ്കിൽ ഡെക്കേഡ്സ്. ഓൺ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ. അറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ടൈം. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.